ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാം. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്നെ ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ വേറെ തരത്തിലാണ് റീഡിങ്സ് ഇടാറ്. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ആൻഡ് അതുമാത്രമല്ല, അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ്, നിങ്ങളുടെ മന്ത്ലി ഏപ്രിൽ മെസ്സേജസ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ മെസ്സേജസ് ഓവറോൾ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എനർജി 2 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ കറണ്ട് എനർജി 5 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ എനർജി മജിഷ്യൻ. നിങ്ങളുടെ ചാലഞ്ചാണ് ഈ മാസം 5 ഓഫ് കപ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രെങ്ത്. സർപ്രൈസ് ഫാക്ടർ ഈ മാസം ലവേഴ്സാണ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ പൈസീസ്, ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതല്ല ഒരു ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ നിങ്ങൾ ഒരു ജോലിയിൽ ഹാപ്പി അല്ല. ഓക്കെ, ഇത് റിലേഷൻഷിപ്പാണ് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു ബ്രേക്കപ്പാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ആവണം. ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന് ആ മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല, ഇമോഷണൽ കണക്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിടാനാണ് വിചാരിക്കണം. പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാവും. അതല്ല വെച്ചാൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുണ്ടായിരുന്നു, മറ്റേ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുണ്ടായിരുന്നില്ല. ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മാതിരി അല്ല ഈ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ അത്ര ഹാപ്പി അല്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത് വേറെ എന്തോ ആയിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പ് അതുമാതിരി നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് തരില്ല. അപ്പോൾ ഇവിടെ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 2 ഓഫ് വാൻഡ്സ് പാസ്റ്റിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വന്നിരിക്കണു. അത് എന്താ വേണ്ടതെന്ന് ഒരു ചോയ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് വർക്കാവോ ഇല്ലേ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ആ സമയം കൊടുത്തു, ഈ പേഴ്സണിന് ഒരു കുറേ ചാൻസസ് കൊടുത്തു. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വേയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതുണ്ടായി. ഓക്കെ, ഈ 2 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ ഹോപ്പ് ചെയ്തത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും എന്ന്. ഇതൊരു ജോബിൻ്റെ കാര്യത്തിലായിരുന്നു വെച്ചാൽ ഒരു ശരിയായ സമയത്ത് നിങ്ങൾക്കൊരു പ്രമോഷൻ ഉണ്ടാവും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു. അതല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു ബോണസ് ഇല്ല വെച്ചാൽ സാലറി ഇൻക്രീസോ എന്തെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവ് വേയിൽ. എന്നുവെച്ചാൽ നിങ്ങളിവിടെ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്തോ ഒരു പ്രോജക്റ്റിൽ, ഇല്ല വെച്ചാൽ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു അത് ഈ ജോബിൽ എനിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും, എന്തെങ്കിലും ബോണസ് ഉണ്ടാവും, ഒരു പ്രൊമോഷൻ കിട്ടും.
പക്ഷേ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 5 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷനാണ് ഞാൻ കാണുന്നത്, കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്, വഴക്ക് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒരു മാറ്റവും ഇല്ല, വേറെ ആൾക്കാർ ഇൻ്റർഫിയറും ചെയ്യുന്നുണ്ട്, ഈ പേഴ്സൻ്റെ വേറെ അഫെയർസ് ഉണ്ടാവാം. അതല്ല വെച്ചാൽ ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ ഇവിടെ വേറെ ആൾക്കാരും നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ഓഫ് വാൻസ് ഇവിടെ എന്താണ്? 4 of swords, 2 of cups. അപ്പോൾ ഇതൊരു ലവ് റിലേഷൻഷിപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ലവ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ തൽക്കാലം ഏപ്രിൽ മാസത്തിൽ ഒരു സെപ്പറേഷനാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത്രയും ഇഷ്യൂസ് ഉണ്ട്. ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കേണ്ട, പറഞ്ഞാൽ ഒരു വെക്കേഷനിൽ പോയിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ആലോചന ഉണ്ടാവുക. അത് ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന്. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് മജിഷ്യനാണ്. മജിഷ്യൻ മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്, പുതിയ ബിഗിനിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. എംപ്രസ്, 10 of Pentacles. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ എബണ്ടൻസ് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഇപ്പം നിങ്ങൾക്ക് ഈ കറണ്ട് ജോലിയിൽ നിങ്ങൾ ഹാപ്പി അല്ല വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ ജോലിയാണ്. ആ പുതിയ ജോലി നിങ്ങൾക്ക് കിട്ടും. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് അത്രയും പൈസ, ശമ്പളം എല്ലാത്തിലും ഒരു ഇൻക്രീസ് ഉണ്ട്. ഇപ്പോൾ അതൊരു പുതിയ ജോലി അല്ല വെച്ചാൽ ഈ ജോലിയിൽ തന്നെ ഒരു പ്രൊമോഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ആ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കില്ല ആ പുതിയ ബിഗിനിങ് ഉണ്ടാവുക. എന്നുവെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി, ഒരു മദറുടെ എനർജി കാണാണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾ ചോയ്സ് ഉണ്ടാക്കണ മാതിരിയാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിരിക്കില്ല. ചിലവർ ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. പക്ഷേ ഞാൻ കാണുന്നത് നിങ്ങളൊരു പുതിയ ഡയറക്ഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. ഒരു പുതിയ റിലേഷൻഷിപ്പ് വരും, അതിൽ നിങ്ങൾക്ക് കുറേ അബണ്ടൻസ് ഉണ്ട്. പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഒരു മാരേജ് വരെ പോവും, കുട്ടികളുണ്ട് ആ റിലേഷൻഷിപ്പിൽ. പക്ഷെ അത് ഈ റിലേഷൻഷിപ്പിലല്ല. നിങ്ങൾ ഇപ്പോൾ തൽക്കാലമില്ല ആ പറഞ്ഞാൽ നിങ്ങൾ ഈ ഹാപ്പി അല്ലാത്ത റിലേഷൻഷിപ്പിലല്ല ഇത് ഞാൻ കാണുന്നത്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പിലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട്, ഗിൽട്ടുണ്ട്. ഗിൽട്ടിൻ്റെ കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ആണ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്ങും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ തന്നെ ബ്ലെസ്സിങ്സിനെ ബ്ലോക്കാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഈ പേഴ്സണെ വിടാൻ വേണ്ടിയിട്ടൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് ഫ്യൂച്ചറിൽ എനിക്ക് മാരേജ്, കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇപ്പോൾ അറിയില്ല ഫ്യൂച്ചറിൽ ആരാ എൻ്റെ ലൈഫിൽ വരിക, ഇങ്ങനത്തെ മാതിരി ഒരു സെക്യൂരിറ്റി ഉണ്ടാവുമോ, ഇത് ഇങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടാവുമോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി അതുമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഫാമിലി സപ്പോർട്ട് ചെയ്യോ, അങ്ങനെ കുറേ ഫിയർ ഉണ്ട്. ആ ഫിയറിൻ്റെ കാരണം നിങ്ങൾ ഒരു ബോൾഡായി ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങളോട് ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കാനാണ് പറയണത്, തീരുമാനിക്കാനാണ് പറയണത്, ഒരു ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഒരു ഫ്യൂച്ചറില്ല. നിങ്ങളോട് ആ പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത്. എന്നുവെച്ചാൽ ഈ സൈക്കിൾ ഇപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ഈ സൈക്കിൾ ഇപ്പോൾ ഒരു കംപ്ലീഷനിലായി. അപ്പോൾ ഇപ്പോൾ ഇതിൽ നീയും എഫേർട്ടും എനർജിയൊക്കെ ഇട്ടിട്ട് കാര്യമില്ല.
ഇതെന്തായാലും എൻഡ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങളോട് ഒരു ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ കുറേ ബ്രൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് പാസ്റ്റിനെ വിട്ടിട്ട് വേണം പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ലവേഴ്സാണ്. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ. ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഇത് ഹിഡൻ ഫാക്ടറിലാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ കറൻറ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ല. അവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്, കുറേ നെഗറ്റീവ് എനർജീസാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കാണ് തീരുമാനം എടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഈ ചോയ്സ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കണു. അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ഔട്ട്കം നിങ്ങളുടെ 4 of Wands. അപ്പോൾ ഔട്ട്കം കുറേ പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു സെലിബ്രേഷൻ, ഒരു ഫ്യൂച്ചർ, ഒരു റിലേഷൻഷിപ്പ്, ഒരു ട്വിൻ വാവ് ബ്യൂട്ടിഫുൾ പൈസീസ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണ്. ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ്, ഒരു മാരേജ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക്, ആ പുതിയ ബിഗിനിങ് ആണ്. അത് പറഞ്ഞ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ അല്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. പക്ഷേ ആ ശരിയായ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ എബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചാലഞ്ചിനെ എന്നുവെച്ചാൽ ഈ 7 of Wands ചാലഞ്ചിൻ്റെ എനർജിയാണ്. ഇതൊരു ചെറിയ ചാലഞ്ചാണ്, ഒരു ടെമ്പററി ബ്ലോക്കാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൺ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഒരു ടെമ്പററി ബ്ലോക്കാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഈ ചാലഞ്ചിനെ ഓവർകം ചെയ്തിട്ട് മുമ്പോട്ട് പോകാനാണ് പറയണത്. കുറച്ച് സമയമെടുക്കും ഹീൽ ചെയ്യാൻ, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു റിലേഷൻഷിപ്പ്, മാരേജ്, കുട്ടികൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പേടിച്ചിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാണ്ട് ഇരിക്കണ്ട. പറഞ്ഞാൽ ആ തീരുമാനം എടുക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനല്ല എൻകറേജ് ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നിച്ചാൽ അത് പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ നിങ്ങളുടെ റീഡിങ് അല്ല. ഇത് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, ഒട്ടും ഹാപ്പി അല്ല, ഒരു റിലേഷൻഷിപ്പിന് വിടാൻ നിങ്ങൾക്കൊരു പേടിയുണ്ട് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് ഉള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ, ഒരു പ്രശ്നമില്ല, ചെറിയ ചെറിയ വഴക്കാണ്, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസാണ് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അല്ല. ഇത് നിങ്ങൾ ഒട്ടും ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അപ്പോൾ യൂണിവേഴ്സും പറയേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ ക്ലിയർലി. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസാണ് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. പക്ഷേ ഒട്ടും ഹാപ്പി അല്ല വെച്ചാൽ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് കാര്യങ്ങൾ തുറന്ന് പറയുക. ഓപ്പർച്യൂണിറ്റി, പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അപ്പോൾ പൈസീസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്. ആൻഡ് ജെമിനായി, അക്വേറിയസ്, ലീബ്ര, ജെമിനായും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.